Hello everyone, let's welcome back to our family. This is Aunt Marley and ഇന്ന് ഈസ്റ്റർ ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഈസ്റ്ററിന്റെ അന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും നോമ്പൊക്കെ വീടി എല്ലാവരുടെ വീട്ടിൽ അടിപൊളിയായിട്ടുള്ള ഫുഡും പിന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി സൂപ്പറായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ അതല്ലെങ്കിൽ ഒരു 1-2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് ചേട്ടൻ വന്നൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി വ്ലോഗ്. സോ ചേട്ടൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നു. സോ ഗൈസ്, അത് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു പ്രഹസനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാൽ ഒരിക്കലും അല്ല. ബിക്കോസ് ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്. അപ്പൊ അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് എന്താണ് കൊണ്ടേ തന്നേക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ ഗൈസ്. സോ ഗൈസ്, ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ വൗച്ചർ പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പൊ ഈ ഒരു വൗച്ചറിന്റെ ഉള്ളില് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും എനിക്കും ആഗിക്കും കൂടെയാണ്. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരാൾക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സങ്കടമായിരിക്കും. അപ്പൊ ഈ ഒരു ക്രീം കളറിൽ ഇരിക്കുന്നത് ആഗിയുടെയാണ്. ഇതിനകത്തുള്ള ഐറ്റംസ് രണ്ടും സെയിം ആട്ടോ. അപ്പം ഞാനിത് തുറന്ന് കാണിച്ചു തരാം. റിബണൊക്കെ വെച്ച് കൂട്ടിയിട്ട് ഇത് ഒരു മസ്കാര, ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആട്ടോ. ദെൻ ബ്ലഷ്, ഐഷാഡോ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ക്യൂട്ട് ആയിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്. അല്ല നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് കിട്ടുമെന്ന് എനിക്ക് കൺഫേം അല്ല. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, ആ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ചധികം ബാഗുകളാട്ടോ. ഇങ്ങനെ ഒരു ബാഗ്. നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ള 2 ക്യൂട്ട് ബാഗുകളാട്ടോ. നമ്മളിനി ഏതെങ്കിലുമൊക്കെ ബ്ലോഗുകളിൽ കൂടെ ഈ ബാഗുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നല്ല പാർട്ടി വെയർ ബാഗുകള്. ഇതൊരു പാർട്ടി വെയർ ബാഗ് ആട്ടോ, നല്ല അടിപൊളി ഒരു അച്ചയറിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ബാഗ്. പിന്നെ ഈ ഒരു ബാഗ് ആകെ പറഞ്ഞ് മേടിപ്പിച്ചുകൊണ്ട് വന്ന ഒരു ബാഗാണ്. സംഭവം അടിപൊളിയാട്ടോ. ചെറിയൊരു എന്നതാ ക്ലാസ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു ബാഗ് നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് കുറെ പേന, പെൻസിൽസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാട്ടോ. സോ ഇത് ഒരു സെറ്റ്. ഇനിയാണ് നമ്മുടെ അടിപൊളി ഐറ്റംസ്, അതായത് ചോക്ലേറ്റ്സ്. ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് ആട്ടോ. ഇത് പറഞ്ഞു തീരാൻ പറ്റാത്തത്രയും ചോക്ലേറ്റുകൾ. അതായത് എന്നാ അത്യാവശ്യം ഉണ്ട്, നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരും കേട്ടോ. ഫസ്റ്റ് വൺ ഫെറാറോ റോഷറിന്റെ തന്നെ ഇത് കൂട്ട് ഈ ഒരു സ്ക്വയറിന്റെ തന്നെ ഒരു 3-4 എണ്ണം എന്താണ്ട്. ഈ ഒരു പാലറ്റിന്റെ തന്നെ ഒരു 5 ഉണ്ട് കേട്ടോ. അതിൽ വന്നപ്പോ തന്നെ ഒരു 2 പാലറ്റ് സംതിങ് തീർന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് വൺ മിൽക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ആട്ടോ. ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാന്യൂള് പോലത്തെ ഐറ്റംസ്. അതായത് നമ്മുടെ ജംസ് മിഠായി ഇല്ലേ, അപ്പൊ ജംസ് മിഠായില് കഴിക്കുന്ന പോലത്തെ ചെറിയൊരു സ്ക്വയർ ടൈപ്പിലുള്ളത്, പാലിന് പേടയൊക്കെ പോലത്തെ കേട്ടോ. അങ്ങനത്തെ കുറെ ഐറ്റംസ്. പിന്നെ ലോലിപോപ്സ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ചിന്റെ ഫ്ലേവർ പോലത്തെ, അതായത് മഞ്ചിന്റെ ആ ഒരു മോഡല്, ആ ഒരു ടൈപ്പാണ്. അവിടുത്തെ എന്തോ സ്പെഷ്യൽ മിഠായി കേട്ടോ. ഇതെന്തോ ഓറഞ്ച് ഫ്ലേവർ സംതിങ് വരുന്നതാണ്, എനിക്കറിയത്തില്ല, ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ തന്നെ ഈ ഒരു ടൈപ്പും ഉണ്ട്. ഇത് നമ്മുടെ ആ മിൽക്കിന്റെ ആ ഒരു ഐറ്റം. ഇത് നമ്മുടെ ഷുഗർ ക്യാൻഡീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഷുഗർ ക്യാൻഡി ഇഷ്ടമാണ്. പിന്നെ ഡയബറ്റിക്സ് ഉള്ളവരും ഉണ്ട്, അവർക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തതായിരിക്കും. അപ്പൊ ഇത് ഷുഗർ ക്യാൻഡീസ്. പിന്നെ ഇത് കോക്കോ മിന്റ്, കൂൾ മിന്റിന്റെ മിഠായിയാണ്. ഇത് നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്. ഇഷ്ടം പോലെ മിൽക്കിന്റെ ആ ഒരു മിഠായി ഉണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിന്റെ എങ്ങനെയാണ് അത് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. ഇതിന്റെ ഉള്ളില് അത്യാവശ്യം ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ട്. ഇത്
ഇത് ചേട്ടാ അവിടെ നിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി സംതിങ് ആണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് വാട്ടറിൽ ഇത് ചെയ്തതിന് ശേഷം ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമ്മളിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പറയാം കേട്ടോ. പിന്നെ എന്നതാ അവിടുത്തെ എന്തോ സ്പെഷ്യൽ സംഭവം എൻ്റെ പേര് മൈമുന പോപ്പിയ വാരിസാൻ എന്ന് പറയുന്നൊരു വാഫർ പോലത്തെ ഒരു സംഭവമായിട്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിനകത്ത് ഞാൻ കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചിക്കൻ്റെ സംതിങ് ഫില്ലിങ്സ് വെച്ചിട്ട് വന്നതായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല, പയ്യെ പയ്യെ ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് നോക്കാം. ഇതിലൊരു 3 ടേസ്റ്റ് സംതിങ് ഉണ്ട്. അത് കഴിഞ്ഞാണ് ഗൈസ് ഇനിയാണ് കാണാനുള്ളത് മിഠായി. ഇഷ്ടം പോലെ, അതായത് കുറെ ചോക്ലേറ്റിന്റെ മിഠായികളൊക്കെ ആട്ടോ. അപ്പൊ അങ്ങനെ കുറേ മിഠായികൾ കൊണ്ടുവന്നു. പിന്നെ 2 സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ ചേട്ടയുടെ മുറിയിലാണ്, എനിക്കത് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആകെക്ക് ഒരു എയർപോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എന്നാ ഒരു റൈസ് കുക്കർ സംതിങ്, അങ്ങനത്തെ എന്തോ ഇലക്ട്രിക്കൽ സംബന്ധമായ ഒരു സംഭവമാണ്. അവിടെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്കത് മേടിക്കാനായിട്ട് പറ്റുമല്ലോ. അതായത് റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഇവിടുത്തതിനെ അപേക്ഷിച്ച് അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഷുവറായിട്ട് അറിയത്തില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ അതുകൂടാണ്ട് കുറച്ച് പച്ചക്കറി വിത്തുകൾ, അവിടുത്തെ കുറെ വിത്തുകൾ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അത് അതായത് ഉണ്ടാകുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് വഴിയേ കാണാം. പിന്നെ എന്താണ് ഗൈസ്, വേറെ സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ചേട്ടാനെ കൊണ്ടുവരുന്നതായിരിക്കും. ചേട്ടൻ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ പോലും വീഡിയോ ക്ലിപ്സ് എടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ.